ഹലോ ഗഡീസ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്രകളുടെ ഒരു സീരീസ് ഇതുവരെയ്ക്കും അവസാനിച്ചിട്ടില്ല അല്ലേ? അല്ല, ഞാനിപ്പോൾ ഒറ്റയടിക്ക് 2 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് ഇടാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. ഇതോടുകൂടി അവസാനിക്കാണ് കേട്ടോ ഈ കഥ. അപ്പോൾ ഞങ്ങളിതാ പോവുകയാണേ. അപ്പോൾ ജോഗ് ഫോൾസിൻ്റെ അവിടെ നിന്ന് ബോട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഷിമോഗയ്ക്ക് പോവാണ് കേട്ടോ. ഷിമോഗയിൽ പ്രത്യേകിച്ച് കാണാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലയൺ സഫാരി ഉണ്ട്, എലിഫന്റ് ക്യാമ്പും ഉണ്ട് കേട്ടോ. എലിഫന്റ് ക്യാമ്പ് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാണ്, കാരണം ഞങ്ങൾക്ക് മൂകാംബിക പോകണമായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് എലിഫന്റ് ക്യാമ്പിലേക്ക് നമ്മൾ പോകുന്നില്ല, ലയൺ സഫാരിയാണ് ചെയ്യണത്. അപ്പം നമ്മളിവിടെ നിന്ന് പോകുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 11 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് 1.25 മണിക്കൂറാണ് ഷിമോഗയ്ക്ക് ഉള്ളത്. മൂകാംബികയ്ക്ക് അവിടെ നിന്ന് പിന്നെ 2 മണിക്കൂറുള്ളൂ. നമ്മളവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ, തൊട്ടടുത്താണ്, അമ്പലത്തിന്റെ തൊട്ടടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷിമോഗയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആദ്യം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊരു ടിക്കറ്റ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അവിടെ അഡൽട്ട്സിന് 200 രൂപയാണ് പെർ ഹെഡ്, കുട്ടികൾക്ക് 3 വയസ്സിന് അബവ് 3 to 12 ഇയേഴ്സിന് 100 റുപ്പീസ് കേട്ടോ. എന്നാൽ ഇവർ ഈ ചാർജ് ചെയ്യണ എമൗണ്ടിനുള്ള അനിമൽസ് അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. ബസ്സിന് 600 രൂപ, ജീപ്പ് എടുക്കുകയാണെങ്കിൽ 2000 രൂപ. അപ്പം ബസ് മതി നമ്മൾക്ക് ബസ്സിൽ പോവാം അല്ലേ. ഞാൻ അങ്ങ് നടന്നു വരുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ആൾത്തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു 8 ദിവസമാണ്. അവർ വീക്കെൻഡുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പം തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ബസ്സാണ് വിചാരിച്ചത്, പക്ഷേ ഇതൊരു വാൻ ടൈപ്പാണ് കേട്ടോ. അങ്ങനെ വലിയ ബസ്സൊന്നും പറയാനില്ല. അങ്ങനെ നമ്മളിതിനകത്തേക്ക് കടന്നു. ആദ്യമേ തന്നെ ഓഫ് കോഴ്സ് മാനുകളെയായിരിക്കും, പലതരത്തിലുള്ള മാനുകളുടെ സെക്ഷനായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലാണ്, കഷ്ടമാണ് കേട്ടോ ഒറ്റങ്ങളുടെ കാര്യം. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ എല്ലാവരും നല്ല റെസ്റ്റ് എടുക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു. എല്ലാവരും തണലുള്ള ഭാഗങ്ങളിലൊക്കെ പോയിട്ട് റെസ്റ്റ് എടുക്കുന്നതായിട്ട് കണ്ടായിരുന്നു. അങ്ങനെ ഈ വഴിക്ക് വന്നപ്പോഴത്തേക്കും ഒരു 3-4 സിംഹങ്ങൾ വഴിയിൽ ഇങ്ങനെ നമ്മുടെ വഴി തടഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ സൈഡിൽ കൂടെ അങ്ങ് എടുത്ത് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി അടുത്തൊക്കെ നിർത്തിയിട്ട് നമ്മൾ ആ രീതി നിർത്തിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഈ ബസ്സിലാണല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ. ഇവരെ കൂട്ടിലല്ല ഇട്ടിരിക്കുന്നത്, തുറന്ന ഒരു പ്ലേസിൽ, ഒരു കാട് പോലെ തന്നെ അതിനകത്ത് അങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണ്. നടുക്കൊക്കെ കൂടെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ വണ്ടിയിൽ കൂടെ പോകുന്നു, ഇവരെ കാണുന്നു. പിന്നെ ഇത് ബാഹുബലിയിലെ നമ്മുടെ അളിയൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈസൺ. അപ്പോൾ ബൈസൺ ചവറ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ആനിമൽസ് എന്ന് പറയുന്നത്. ഒരു 4-7 ടൈഗറും ഒരു 5-6 സിംഹവും പിന്നെ ഇഷ്ടംപോലെ ഈ ബൈസണും മാനും മയിലും മാത്രം, വേറൊരു ജീവിനെയും ഇതിനകത്ത് കാണാനില്ല. അതുകൊണ്ട് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ നിരാശയോടുകൂടി, എന്നാൽ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപ കൊടുത്തിട്ട് ജീപ്പ് എടുത്തില്ലോ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. ലയൺ സഫാരി എന്ന് അവർ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലയണിനെയും ടൈഗറിനെയും മാത്രം എക്സ്പെക്റ്റ് ചെയ്തിട്ട് അത് കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം പോയാൽ മതി. അല്ലാണ്ട് ഷിമോഗയിലേക്ക് മാത്രമായിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് നഷ്ടമാണ്. പോണ വഴിക്ക് ഷിമോഗയിൽ ഇറങ്ങി നമുക്ക് ഇത് കാണാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോന്നു. നേരെ എത്തിച്ചേർന്നത് ജ്യോതിസ് റെസിഡൻസി കൊല്ലൂർ, അതായത് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിനടുത്ത്. അപ്പോൾ അങ്ങനെ റിസപ്ഷനിലൊക്കെ കയറി നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ അവർ കൊണ്ടുപോയോടെ ഇറക്കിയിട്ട്, അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ റൂം ടൂർ കാണിച്ചു തരാട്ടെ. കാരണം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കയറി അലമ്പാക്കും. അപ്പോൾ നേരെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഫസ്റ്റ് തന്നെ ടോയ്ലറ്റാണ്, അത് ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ 4 പേർക്ക് നല്ല സുഖസുന്ദരമായിട്ട് കിടക്കാവുന്ന ബെഡായിരുന്നു. റൂമൊക്കെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂം സർവീസ് ഇല്ല എന്നുള്ളത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ അവർ ചാർജ് ചെയ്യുന്ന എമൗണ്ടിനുള്ള റൂം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമില്ല എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവാണ് കേട്ടോ. പക്ഷേ താഴെ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഒരു ചായ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ടോയ്ലറ്റ് നല്ല വൃത്തി ഉണ്ടായിരുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും എപ്പോഴും പറയാറുണ്ട് ടോയ്ലറ്റ് വൃത്തിയുള്ളതായിരിക്കണം എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അത് കാരണം കൊണ്ട് അത് നല്ല വൃത്തിയുള്ളതായിരുന്നു, നല്ല സ്പേഷ്യസ് ഒക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിന് ഇതൊക്കെ വളരെ ധാരാളമാണ് കേട്ടോ. അപ്പൊ നമ്മളിതാ റൂമിൽ കയറി കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി. ഇനി അമ്പലത്തിൽ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിക്കണം. ഇപ്പൊ 6 മണി ആയിട്ടുള്ളൂ കേട്ടോ. സമയമുണ്ട് ഇഷ്ടം പോലെ. 9 o'clock വരയ്ക്ക് അമ്പലമുണ്ട്. അത് കാരണം നമുക്ക് തൊഴുത് വരാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പൊ തനിക്കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് തൊഴുത് കൊണ്ടുപോകാന്നുള്ളൊരു നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൂടി ഈ വഴിക്കങ്ങ് നടന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല, നമ്മുടെ ഒരു പ്ലാനിങ്ങിലുള്ള കാര്യമല്ല കേട്ടോ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഷിമോഗയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്നാണ് നമ്മുടെ പ്ലാൻ ചേഞ്ച് ആയത്. നമ്മൾ ഇവിടെ മൂകാംബികയിൽ വരാമെന്ന് തീരുമാനിച്ചത്. ഷിമോഗ ടു മൂകാംബിക ആകെ 2.5 മണിക്കൂറിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ആ വഴിക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. എന്താണെങ്കിലും നല്ല ദൈവാധീനമുള്ള സമയമായ കാരണം കൊണ്ട് നമുക്ക് തൊഴാനായിട്ടുള്ള ഒരു ചാൻസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളിതാ തനുക്കുട്ടീനെ കൊണ്ടുപോയി തൊഴുത് കൊണ്ടിരിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 6 മണി ആയിട്ടുള്ളൂ. നമുക്ക് പോയി തൊഴുത് വരെ ഇഷ്ടം പോലെ സമയമുണ്ട്. വന്ന് എന്താ പറയുക, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പോയി തൊഴുതിട്ട് വരാം. ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാനൊക്കെ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. പറ്റുവാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് തൊഴുതിട്ട് വരാം. ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ ജ്യോതിസ് റെസിഡൻസിയുടെ ഒരു രൂപം എന്താണെന്നുള്ളത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഒരു ലൈറ്റൊക്കെ കത്തിച്ചപ്പോൾ നല്ലൊരു ഭംഗി കാണാൻ കേട്ടോ. നല്ലപോലെ റൂംസൊക്കെ ഉണ്ട്. പിന്നെ പ്രൈസ് ചാർജ് ചെയ്യണത് എനിക്ക് ഇത്തിരി ഹൈ പ്രൈസ്ഡ് ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമുക്കത് എടുക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹോട്ടലൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടാണ് റൂംസ് എപ്പോഴും ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ബുക്ക് ചെയ്തതാണ് കേട്ടോ. നമ്മളിതേ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ നിറയെ ഇങ്ങനെ കച്ചവടക്കാരാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴും ഇങ്ങനത്തെ കടകൾ കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ചെറിയ കുട്ടികളെ പോലെയും എനിക്കതിനകത്ത് കയറിയിട്ട് പരതി എന്തൊക്കെയുള്ളതെന്ന് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് നോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോയി തൊഴുതിട്ട് വരേണ്ട കാരണം കൊണ്ട് ഞാനിതൊക്കെ നോക്കിയും കണ്ടൊക്കെ വെച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം. അത്രയധികം ആൾക്കാരുടെ ഒരു തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. ഞങ്ങൾ പിക്കുമോനെ എഴുതിക്കാനായിട്ട് വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അത്രയും തിരക്കുള്ള ഒരു സമയമൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇത്രയൊക്കെയാണ് വരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു 6-6:30 സമയമായ കാരണം കൊണ്ട് ദീപാരാധനയുടെയും ഒക്കെ ടൈമാണ്. അത് ചേച്ചി കണ്ടോ അങ്ങനെ വിളക്ക് തെളിയിച്ചു പോകുന്നത്. ഇതൊക്കെ ഓരോ നേർച്ച നേരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 1-1.5 മണിക്കൂറോളം ഞങ്ങൾ വരി നിന്നിട്ടുണ്ടായിരുന്നു. അത് ദീപാരാധനയുടെയും മറ്റുള്ള ചടങ്ങുകളുടെയൊക്കെ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ. വൈകുന്നേരം എഴുത്തിനിരുത്തുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പം നാളെ രാവിലെ 6 മണിയാകുമ്പോൾ എഴുത്തിനിരുത്തൽ തുടങ്ങും. അപ്പം നമുക്ക് 6 മണിയാകുമ്പോൾ വന്നിട്ട് എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന കണ്ടോ, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഈ ഒരു നാമം നമ്മൾ വിളക്ക് കത്തിക്കുന്ന നേരത്ത് ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ. നമ്മുടെ വീടിന് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. അപ്പോൾ അത് മറക്കാണ്ട് എല്ലാവരും ചൊല്ലിയിട്ട് വിളക്ക് കത്തിച്ചോളൂ കേട്ടോ. എല്ലാ ദിവസവും രാത്രിയിലുള്ള ചടങ്ങുകളാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് സ്വർണ്ണരഥമാണ്. അപ്പോൾ നിത്യോത്സവം ഡെയിലി ഉണ്ടായിരിക്കും. ദേവിയെ പല്ലക്കിൽ എഴുന്നള്ളിക്കും, അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെക്കലും, അങ്ങനത്തെ കുറേ ചടങ്ങുകളുണ്ട് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. എന്നാൽ അതെല്ലാം കണ്ട് തൊഴുത് ഇറങ്ങാനായിട്ട് സാധിച്ചു. വളരെ ശാന്തമായിട്ട് നിന്ന് തൊഴുത് ഇറങ്ങിയിട്ട് ഒരു തിരക്കോ നമ്മളെ പിടിച്ച് ഉന്തിത്തള്ളേ
ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സമാധാനത്തോടു കൂടി തൊഴുത് ദേവിയുടെ ശരിക്കും അനുഗ്രഹം കിട്ടിയ പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് എന്താ പറയുക, എനിക്ക് പറ്റാവുന്ന പോലെ വീഡിയോസ് എടുത്തത് നിങ്ങൾക്കും കൂടി ഇതുവരെ പോകാൻ സാധിക്കാത്തവർക്ക് ഇതെങ്ങനെയെങ്കിലും കാണാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ വിളക്കിൽ നെയ് വിളക്കും അതുപോലെ തന്നെ സാധാരണ എണ്ണ ഒഴിച്ചിട്ടുള്ള വിളക്കും കത്തിക്കൽ ഇവിടെ പ്രശസ്തമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ദേവിയോട് പറഞ്ഞ് വിളക്ക് കത്തിച്ച്, അല്ലെങ്കിലും ദേവീക്ഷേത്രങ്ങളിലെല്ലാം നെയ് വിളക്ക് കത്തിക്കുന്നതും ഇതുപോലത്തെ വിളക്കുകളിൽ എണ്ണ ഒഴിച്ചിട്ടുള്ള ദീപം തെളിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റാവുന്ന വഴിപാടുകൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് വരയ്ക്കും ഇതുപോലെ നൃത്തം അഭ്യസിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ അതെല്ലാം മിസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ഒരുപാട് നാളായി ചിലങ്ക് കെട്ടിയിട്ട് ഒത്തിരി സ്റ്റേജുകളൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നായം പോലെ കടന്നു പോയിട്ടോ ഈ ഒരു നിമിഷങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റെസ്റ്റോറൻറ്റിൽ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫുഡൊന്നും വലിയ തിരക്കേടില്ലായിരുന്നു. നമ്മൾ പിന്നെ വെജിറ്റേറിയൻ അല്ലേ, അപ്പോൾ പുൽക്കയും വെജിറ്റേറിയൻ കറികളും അങ്ങനെയൊക്കെയാണ്. ചില്ലി ഗോബി 65 അങ്ങനെ എന്താണ്ടൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. അപ്പോൾ പുലർച്ചെ 5:30 മണിയായപ്പോൾ ശരത്തേട്ടനും താനക്കുട്ടിയും കുളിച്ചൊരുങ്ങിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എഴുത്തിനിരുത്തുന്ന ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ടൈമിങ് നമ്മളവിടെ ചോദിച്ചപ്പോഴത്തേക്കും 6 മണിയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ക്യൂ ഉണ്ടായിരിക്കും എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അത് കാരണം കൊണ്ട് അവരൊരു 5:30 ആയപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് അമ്പലത്തിലേക്ക് പോയി. ഞാനും പിക്കും ഏകദേശം ഒരു 6 മണി ആയിട്ടില്ല, അതിന് 6 മണിയോട് കൂടിയിട്ട് ഞങ്ങളും ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തനുക്കുട്ടീനെയൊക്കെ എഴുതിച്ചു. അപ്പോൾ ഈ ഒരു മണ്ഡപത്തിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. അച്ഛനമ്മയും കൂടി ഇരുന്നിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. പിന്നെ ഇത് പിക്കുവിനെ എഴുതിച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ. നമുക്ക് അങ്ങനെ വീഡിയോ എടുത്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ലാസ്റ്റായപ്പോൾ ശരത്തേട്ടൻ പോയിട്ട് എൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിക്കുമോനെയും ഞങ്ങൾ എഴുതിച്ചായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ പ്രായപരിധിയൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് എഴുതിക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എഴുതിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുട്ടീനെ മടിയിലിരുത്തിയിട്ട് എഴുതിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് അവർക്ക് പഠനത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിനാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പം രാവിലെ 6 മണി മുതലായിരുന്നു എഴുത്തിനിരുത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മണ്ഡപത്തിൽ ഇരുന്നിട്ടാണ് അതൊക്കെ ചെയ്തത്. അവസാനം ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മളോട് ഈ ഒരു വിളക്കിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതെല്ലാം ചെയ്തായിരുന്നു. അപ്പോൾ നോക്കിയാൽ രാവിലത്തെ ക്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഇതൊന്നും കാണിച്ചു തരാനായിട്ട്, തേരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിച്ചു തരാനായിട്ട് പറ്റിയില്ലായിരുന്നു ക്ലിയറായിട്ട്. അപ്പോൾ നേരം വെളുത്തപ്പോൾ നല്ല വ്യക്തമായിട്ട് കാണുന്ന കാരണം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. രാവിലെയും തിരക്കിനൊന്നും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നിന്ന് തൊഴുതേണ്ട ആവശ്യമൊന്നും വന്നില്ലായിരുന്നു എന്ന് മാത്രം. അതിന് ദേവി അനുഗ്രഹിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിലത്തെ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തിരിച്ച് പോവണ്ടേ ഇവിടെ നിന്ന്. നല്ല യാത്രയുണ്ട് കേട്ടോ നമുക്ക് ബാംഗ്ലൂർക്ക്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് കേട്ടോ. ബാക്കിലത്തെ നടയിൽ കൂടെ ഇറങ്ങി ഒരുപാട് ഹോട്ടലുകളും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ലക്ഷ്യം വിട്ടിട്ട് ഇവിടേക്കാണ് വന്നത് കേട്ടോ. ബാക്കിലത്തെ നടയിൽ കൂടെ ഏതോ ഒരു ഹോട്ടലിൽ കയറി. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കയറി നമ്മൾ സാധാരണ തന്നെ ഇഡ്ഡലി, എന്താ പറയുക, മസാല ദോശ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിച്ചത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വണ്ടി പിടിച്ചു, നേരെ വിട്ടു ബാംഗ്ലൂരിലേക്ക്. നമ്മളീ പോരുന്ന വഴിയെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. വെയിലുണ്ടെങ്കിലും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള വെതറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല രസമായിട്ട് കാർ ഓടിച്ച് പോരാനായിട്ട് പറ്റി. അപ്പോൾ
ശരത്തേട്ടനാണ് കേട്ടോ എന്നെ ഇങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെന്ന് പറയുന്നത്. എൻ്റെ അച്ഛന് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. എന്നെ 2 വീലർ എടുക്കാൻ കൂടി വീട്ടിൽ പോയി സമ്മതിക്കില്ല. ഞാൻ 2 വീലറൊക്കെ ഓടിക്കുന്ന ആളാണ്, പക്ഷേ അച്ഛന് ഭയങ്കര പേടിയാണ്. പക്ഷേ ശരത്തേട്ടൻ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാം ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യമൊക്കെ തരുന്നത് എപ്പോഴും ശരത്തേട്ടനാണ് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഈ കാർ ഓടിക്കാനൊക്കെ ഇങ്ങനെ പഠിച്ചത്. അങ്ങനെ ഇടയിൽ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു. ഒരു തണലൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് കോഫിയൊക്കെ കുടിച്ച് പിന്നെ യാത്ര തുടരുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് കയറി. നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് കഴിച്ചത്. ഈ യാത്രയിലുടനീളം ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് കാരണം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇത്തവണ യാത്ര കഴിഞ്ഞ് വന്നിട്ട് സാധാരണ വരുന്ന പോലത്തെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നു. അത് തന്നെ ഭാഗ്യം. അങ്ങനെയൊക്കെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മളിതാ യാത്ര തുടരാണ്. ബാംഗ്ലൂരിലേക്ക് ഇവിടുന്ന് 9 മണിക്കൂറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനും ശരത്തേട്ടനും മാറിയിട്ടാണ് കാറ് ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ഇനി നമുക്ക് ബാംഗ്ലൂർ ചെന്നിട്ടുള്ള വിശേഷങ്ങളും വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.